നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. അക്ബർ പാദുഷായും ബീർബലും കൂടി അങ്ങനെ സുഖമായിട്ട് രാജ്യം ഭരിക്കുന്ന കഥയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ട് കിടക്കണേ. അക്ബർ പാദുഷ ഒരു ദിവസം സാമാന്യത്തിലേറെ ദേഷ്യം വന്നു. അക്ബർ പാദുഷായിക്ക് അവർക്കൊക്കെ പല പല ഭാര്യമാരും ഉണ്ടല്ലോ. പാദുഷായ്ക്ക് ഒരു ഭാര്യയൊന്നുമല്ല, ആദ്യത്തെ ഭാര്യ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാര്യ, ആ ഭാര്യയിലുണ്ടായ പുത്രന് രാജ്യഭാരം, അങ്ങനെയാണ്. അതുകൊണ്ട് അന്തഃപുരത്തിൽ സാധാരണ കലഹം ഉണ്ടാകും. പല പല ഭാര്യമാരുടെയും ആ ഉത്സാഹം അവരുടെയൊക്കെ സഹോദരന്മാർ ചക്രവർത്തിയുടെ അളിയന്മാരാണല്ലോ. അളിയന്മാർക്ക് ഒരു അവകാശമുണ്ട്. എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് ഇപ്പോഴത്തെ പാദുഷ, അക്ബർ പാദുഷ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറേ സ്വാതന്ത്ര്യമുണ്ട്. ചിലരൊക്കെ സ്വാതന്ത്ര്യം അവനവൻ്റെ സുഖലോലുപതയ്ക്ക് ഉപയോഗിക്കും, ചിലരൊക്കെ ദുഷ്പ്രവർത്തികൾക്ക് ഒരു മറയായിട്ടും അത് ഉപയോഗിക്കും. അങ്ങനെ വന്നപ്പോൾ അങ്ങനെയുള്ള കൂട്ടത്തിൽ ഈ അളിയന്മാരുടെ കൂട്ടത്തിൽ പല പല അളിയന്മാരുണ്ട്. പല പല അതിൽ ഒരു അളിയൻ ചെയ്ത പ്രവൃത്തി മഹാമോശം പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പാദുഷയ്ക്ക് വളരെയേറെ മനോവിഷമം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തി. ആ അളിയനെ എങ്ങനെ കൈകാര്യം ചെയ്യണം ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ പാദുഷ ഇങ്ങനെ ആലോചിച്ച് മിണ്ടാണ്ട് ഇങ്ങനെ കയ്യും പുറകെ കെട്ടി ഇങ്ങനെ നടക്കുക. പാദുഷായുടെ കൊട്ടാരത്തിന് പറ്റിയത് ബീർബലടുത്ത് ചെന്നു. തിരുമനസ്സേ, അങ്ങേക്ക് എന്തെങ്കിലും മനോവിഷമമുണ്ടോ? അങ്ങ് വളരെ പതുക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ വളരെ ധൃതിയിൽ നടക്കുന്നുണ്ട്, എങ്ങ് എത്തണമില്ല. ഈ മുറ്റത്ത് കിടന്ന് വട്ടം നടക്കണേ ഉള്ളൂല്ലോ. ഈ രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കിടന്ന് വട്ടം നടക്കണേ ഉള്ളല്ലോ. എന്തെങ്കിലും മനോവിഷമമുണ്ടോ അങ്ങേക്ക്? ഉണ്ടെങ്കിൽ പറയുകേ, എനിക്ക് പറ്റണ പരിഹാരം ഞാൻ നിർദ്ദേശിക്കാം എന്ന് പറഞ്ഞു ബീർബൽ. അപ്പോൾ പാദുഷയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ശല്യം. എൻ്റെ ഒരളിയനെ കൊണ്ട് എനിക്ക് മഹാശല്യമാണ്, ഉപദ്രവമാണെന്ന്. ഓഹോ, അതാണോ കാര്യം? എന്താ വേണ്ടേ ബീർബൽ അയാളുടെ ശല്യം തീർക്കാനായിട്ട് എന്ന് ചോദിച്ചു. ബീർബൽ എടുത്ത വഴിക്ക് പറഞ്ഞു, നാട് കടത്തണം, ദൂരേക്ക് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാദുഷാ പറഞ്ഞു, ഓ ശരിയാണല്ലോ, അയാളെ ദൂരേക്ക് പറഞ്ഞയച്ചാൽ മതി, പുട്ടക്കെങ്കിലും ഒരു സ്ഥലമാറ്റം കൊടുത്താൽ പറഞ്ഞയക്കാനെ അല്ലേ? ആ പിന്നല്ലാതെ ദൂരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ വേറൊരു കാര്യത്തിൽ കുഴപ്പമുണ്ട്. എന്താത്? അയാളെ നമ്മൾ ദൂരേക്ക് പറഞ്ഞു വിട്ടിട്ട് അയാൾ അവിടെ ചെന്നിട്ട് വല്ല കുഴപ്പമുണ്ടാക്കിയാലോ? അത് ശരി, അതാണോ അങ്ങേക്ക് ഭയം? അതിന് നല്ല മാർഗമല്ലേ. എന്താ മാർഗം? അയാളെ അങ്ങോട്ട് തൂക്കിക്കൊല്ലണം. തൂക്കിക്കൊല്ല്. പിന്നെ നമുക്ക് ശല്യമായിട്ടുള്ള പാദുഷയ്ക്ക് ശല്യമായിട്ടുള്ള അളിയനെ തൂക്കിക്കൊല്ലൂ, പരസ്യമായിട്ട് അങ്ങോട്ട് തൂക്കിക്കൊല്ലുള്ളൂ, അയാളെ കൊണ്ടുള്ള ശല്യം തീരൂല്ലോ എന്ന്. അപ്പോൾ പാദുഷ വിചാരിച്ചു, ശരിയാണ്, അയാളെ തൂക്കിക്കൊല്ലാം. പക്ഷെ അതുകൊണ്ടും ആയില്ലല്ലോ ബീർബൽ. എന്താത്? എൻ്റെ അളിയന്മാർ പലരും ശല്യക്കാരാണ്, എല്ലാവരും നാട് കടത്തുന്നേ, ദൂരേക്ക് മാറ്റൂ. അല്ലെങ്കിൽ അങ്ങ് ദൂരേക്ക് മാറ്റാനൊന്നും നിൽക്കണ്ട, അവരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലൂ. അപ്പം നല്ലത്. ശല്യമായിട്ടുള്ള എൻ്റെ അളിയന്മാരെ ഞാൻ തൂക്കിലേറ്റാൻ വിധിക്കുക എന്ന് പറയല്ല. ചക്രവർത്തി പറഞ്ഞൊഴിക്കാൻ ആരെ വിട്ടേ? ഭടന്മാർ വന്നു, എഴുത്ത് തയ്യാറാക്കുന്ന, നിയമങ്ങൾ തയ്യാറാക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അതിനുള്ള ഉദ്യോഗസ്ഥർ വന്നു. അക്ബർ പാദുഷ പറഞ്ഞു, എൻ്റെ അളിയന്മാരെ എല്ലാം പെട്ടെന്ന് പിടിച്ച് തടവിലിടുക, അവരെ എല്ലാം തൂക്കിലേറ്റാൻ വേണ്ട ഏർപ്പാടും ചെയ്യുക. നിയമമായില്ലേ? നിയമമായി കഴിഞ്ഞു. ബീർബൽ എങ്ങനെയുണ്ട്? ഞാൻ വളരെ പെട്ടെന്ന് തന്നെ നടപടി എടുത്തില്ലേ? അപ്പോൾ ബീർബൽ പറഞ്ഞു, അത് ശരിയാണ്, അങ്ങ് വളരെ പെട്ടെന്ന് നടപടിയെടുത്തു. അപ്പോൾ ബീർബലിനും തോന്നി, ഇത്ര പെട്ടെന്ന് ഈ ഇദ്ദേഹത്തിൻ്റെ അളിയന്മാരെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നു ബീർബലും കരുതിയില്ല. ഒരു തമാശയായിട്ട് പറഞ്ഞതാ, ദൂരെ കളയൂ, പിന്നെ ശല്യമാവുകയാണെങ്കിൽ തൂക്കിക്കൊല്ലൂ എന്നൊന്നും കൊണ്ട് പറഞ്ഞപ്പോൾ എന്തുമാത്രം ഇവർക്ക് ഒരുപാട് ഭാര്യമാരുണ്ട്, അളിയന്മാരുണ്ട്. ആ പെങ്ങന്മാരെ കല്യാണം കഴിച്ച ഒരു അളിയന്മാരാണ്. അപ്പോൾ അളിയന്മാർ ഒരുപാടുണ്ട്, അവരൊക്കെ തൂക്കിക്കൊല്ലാനാണ് ഇപ്പം നിയമം വന്നേക്കണം എന്ന് പറഞ്ഞു. തൂക്കിക്കൊല്ലാനായിട്ട് കഴുമരങ്ങൾ തയ്യാറാക്കാൻ പറഞ്ഞു ബീർബലിനോട്. ബീർബൽ ആ തൂക്കുമേട
തൂക്കുമേട ഓരോരുത്തർക്കും ഓരോ കഴിവ് കയറ്റണ ഉപകരണങ്ങളുണ്ട്. അത് 2 തൂണും അതിൻ്റെ നടുക്ക് ഒരു ഹുക്ക്, ആ ഹുക്കുമ്മ കയറ്റി നിർത്തി കഴുത്തി ഹുക്കിട്ടിട്ട് ഹുക്ക് പിടിപ്പിക്കും. എന്നിട്ട് ഈ താഴെ നിൽക്കണ പീഠം അങ്ങോട്ട് തട്ടുമ്പോൾ അവരങ്ങോട്ട് കീഴ്പോട്ടൊക്കെ ഇതിൽ വരും. അങ്ങനെ തൂക്കുമേട തയ്യാറാക്കാനായിട്ട് ഏർപ്പാടാക്കി. ഇവർ ജയിലിൽ കിടന്നു. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പീഡനമൊന്നുമില്ല. ഏത് സമയത്ത് ഇവർ തൂക്കിലേറ്റുന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കടന്നുപോയി. തൂക്കുമേടയൊക്കെ പണി കഴിഞ്ഞു. ഇനി തൂക്കിക്കൊല്ലാം എപ്പോൾ വേണമെങ്കിലും പാദുഷായുടെ അളിയന്മാരെ മുഴുവൻ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്. അങ്ങനെ അതിൻ്റെ തലേ ദിവസം ഈ തൂക്കുമേടയൊക്കെ റെഡിയായി എന്ന് ബീർബൽ വന്ന് പറഞ്ഞു. പാദുഷാ അങ്ങ് വന്ന് കാണുന്നില്ലേ, തൂക്കുമേടയൊക്കെ റെഡിയാണ്. നാളെയാണ് കേട്ടോ അളിയന്മാരെയൊക്കെ തൂക്കിലേറ്റണ ദിവസം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ തൂക്കുമേട കാണാൻ വരികയാണെന്ന് പറഞ്ഞു. അപ്പോൾ തൂക്കുമേട കാണാനായിട്ട് പാദുഷ ചെന്ന് നോക്കിയപ്പോൾ തൂക്കുമേടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിൽ ആരെങ്കിലും തൂക്കിക്കൊല്ല. പക്ഷെ അതിൽ ഒരു തൂക്കുമേട സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കണതാണ്. ഇതെന്താ അത്? എല്ലാം മരം കൊണ്ട് തടി കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഒരെണ്ണം മാത്രം സ്വർണം. അപ്പോൾ പാദുഷ ചോദിച്ചു, ബീർബൽ ഇതെന്താണ് ഒരു തൂക്കുമേട സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്? എനിക്കത് മനസ്സിലായില്ല എന്താണ്. അതൊരു കാര്യമാണ്. അതൊരു പ്രത്യേക വ്യക്തിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളതൊക്കെ അങ്ങയുടെ അളിയന്മാരൊക്കെ, അളിയന്മാരെ എല്ലാം നമുക്ക് തൂക്കിക്കൊല്ലട്ടെ. വേണം ഒരാളെ വെച്ചേക്കണ്ട, എല്ലാ അളിയന്മാരെയും തൂക്കിലെട്ടണം. അതിൽ ഒരളിയനെ പ്രത്യേകതയുണ്ട്. ആ അളിയനുള്ളതാണ് സ്വർണം. അതാരാതെന്ന് തോന്നുന്നു. അല്ല, അങ്ങും ഒരളിയനല്ലേ? അതുകൊണ്ട് പറഞ്ഞതാ. അങ്ങയുടെ ഭാര്യയുടെ സഹോദരന്മാർക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവരുടെ സഹോദരി വിവാഹം ചെയ്ത അങ്ങും ഒരളിയനല്ലേ? പാദുഷയ്ക്ക് സാധാരണക്കാരെ പോലെ തൂക്കിലേക്കാൻ പറ്റൂ. അപ്പോൾ പാദുഷയ്ക്കുള്ളത് തൂക്കുമരം സ്വർണം കൊണ്ടാവട്ടെ എന്ന് വെച്ചതാണ് ഞാൻ. ഇത് അങ്ങേക്കുള്ള തൂക്കുമരം കേട്ടോ. എനിക്കെന്തിനാ തൂക്കുമരം? അങ്ങ് ഒരളിയനല്ലേ? എല്ലാ അളിയന്മാരെയും തൂക്കിക്കൊള്ളാനല്ലേ അങ്ങ് നിയമം ഉണ്ടാക്കിയേക്കണേ, നിയമം കൊടുത്തേക്കണേ, ഉത്തരവ് കൊടുത്തേക്കണേ. അതെ, ഉത്തരവ് അങ്ങനെയാണ്. അങ്ങും ഒരളിയനാണ്. അപ്പം അങ്ങയെയും തൂക്കിലേറ്റണം. ഈ സാധാരണ അളിയന്മാരെ പോലെ പറ്റുമോ? അങ്ങ് നാട് ഭരിക്കുന്ന പാദുഷയല്ലേ? അതുകൊണ്ട് അങ്ങയ്ക്ക് സ്വർണം കൊണ്ടുള്ള തൂക്കുമേടയാവട്ടെ എന്ന് വെച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ പാദുഷയ്ക്ക് ബീർബലിൻ്റെ ആ പരിഹാസം കേട്ടും മനസ്സിലായി. ബീർബൽ, നിങ്ങൾ പറഞ്ഞ് ഇക്കൂട്ടത്തിൽ എന്നെയും അങ്ങോട്ട് കൂട്ടി തൂക്കിലേറ്റാൻ നോക്കുകയാണല്ലേ? നാടക്കില്ല മക്കളെ. ആ നിയമം അങ്ങ് റദ്ദാക്കി അളിയന്മാരെയൊക്കെ സ്വതന്ത്രരാക്കി അങ്ങോട്ട് വിടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ബീർബലിൻ്റെ സൂത്രശക്തി കൊണ്ടും കൗശലം കൊണ്ടും ബുദ്ധി സാമർഥ്യം കൊണ്ട് കുറേ നിരപരാധികൾ, കുറച്ച് അപരാധികളൊക്കെ ഉണ്ട്, വില്ലന്മാരൊക്കെ ഉണ്ട്. എന്നാലും അക്കൂട്ടത്തിൽപ്പെട്ട പാവങ്ങളായ ചിലരുടെയും കൂടെ ജീവൻ രക്ഷപ്പെട്ടു. ഇതാണ് ശല്യക്കാരെ ഒഴിവാക്കുന്ന വഴി. അക്ബർ പാദുഷായുടെ ശല്യക്കാരായ അളിയന്മാരെ ഒഴിവാക്കാൻ പാദുഷ ഒരു വഴി കണ്ടു. അതിൽ പാദുഷായും പെടുമെന്നായപ്പോൾ ആ വഴി അടച്ചു. അവരൊക്കെ രക്ഷപ്പെട്ടു, പാദുഷായും രക്ഷപ്പെട്ടു. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. കഥ മറ്റു കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ.